ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷ്യാമിനെ അടിച്ചു പുറത്താക്കിയതിന് ശേഷം അഞ്ജലി ആകെ തളർന്നിരിക്കുന്ന ഭാഗത്തോടാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നതല്ലേ. അതിനുശേഷം അഞ്ജലി ആണെങ്കിൽ ആർത്തും മിണ്ടുന്നൊന്നുമില്ല, എപ്പോഴും ആകെ കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അശ്വിൻ വന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒറ്റക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. എല്ലാവരുടെ ജീവിതം എന്തോ പോലെ ആവാണ്, പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, പരസ്പരം നോക്കുന്നത് പോലും ഇല്ല, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. മുത്തശ്ശിയും ആകെ വിഷമത്തിലാണ്. മനോരമ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ഒരു വിഷമമാണ്. ഇത്രയും നേരമായിട്ടും അതായത് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് വന്നേ പിന്നെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇനി അശ്വിൻ സാറിന് തന്നോട് എന്തിനും ദേഷ്യം ഉണ്ടാവോ, തന്നോട് പിണക്കമായിരിക്കോ, അഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ ആയതിന് കാരണക്കാരി താനാണെന്ന് വിചാരിച്ചിട്ട് അശ്വിൻ തന്നോട് പിണങ്ങിയിരിക്കുമായിരിക്കോ എന്നൊക്കെ പേടിച്ച് ശ്രുതിയും റൂമിൽ ഒരു മൂലക്കിരിക്കട്ടെ, എല്ലാവരും തന്നെ വെറുക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ആകെ വിഷമത്തിലാണ്. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വന്നിട്ട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പോഴെങ്കിലും സേഫ് ആക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അശ്വിൻ ആ ഒരു സമാധാനം. പക്ഷേ ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ പേടിയും അശ്വിനുണ്ട്. ശ്രുതി നീ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പൊക്കിയെടുക്കുന്ന ഭാഗമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, അത് ആ സമയത്താണ് കേട്ടോ. അതിനുശേഷം അഞ്ജലിനെ വീണ്ടും സമാധാനിപ്പിക്കാൻ വേണ്ടി അശ്വിൻ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അഞ്ജലിനെ അവിടെ കാണുന്നില്ല. മുത്തശ്ശിയുടെ കൂടെ പോയി കിടക്കാം കേട്ടോ അഞ്ജലിയുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ തന്നെ അശ്വിനെ പറ്റുന്നില്ല. പിറ്റേ ദിവസം അതെ അഞ്ജലിയുടെ അടുത്തൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ട് അശ്വിൻ പോകുമ്പോഴേക്കും അഞ്ജലി റൂം അടച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആര് തുറക്കാൻ കൊട്ടിയിട്ടും അഞ്ജലി വാതിൽ തുറക്കുന്നില്ല. ശേഷം അഞ്ജലി വാതിൽ തുറക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമാധാനം തരാവോ, എല്ലാവരും ഒന്ന് പോകാവോ എന്നൊക്കെയാണ് അഞ്ജലി പറയുന്നത്. ശേഷം അഞ്ജലിയുടെ റൂമിൽ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചേച്ചി ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോഴാണ് ശ്രുതി കുറച്ച് ഭക്ഷണമായിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോവാട്ടോ. പക്ഷെ അഞ്ജലി ശ്രുതിയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. ശ്രുതി നോക്കുമ്പോഴേക്കും അഞ്ജലി ഷ്യാമിൻ്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അഞ്ജലി അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ചേച്ചി ഈ ഭക്ഷണം കഴിക്കുക ചേച്ചി എന്നോട് ചേച്ചിക്ക് ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം, പക്ഷേ ചേച്ചി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് എന്തിനാണ് ചേച്ചി ദേഷ്യം കാണിക്കണത് എന്ന് ശ്രുതി പറയാണ്. അത് കേൾക്കുമ്പോൾ അഞ്ജലി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്താ നീ പറഞ്ഞത്, ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ വേണ്ടിയിട്ടെങ്കിലും ഈ ഭക്ഷണം കഴിക്കുക ചേച്ചി എന്ന് പറയാണ്. ആ സമയത്താണ് അഞ്ജലി വയറ്റിൽ കൈ വെച്ച് നോക്കണത്. അതെ, തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, താൻ അതിനെക്കുറിച്ച് ഓർത്തുപോലുമില്ല. ശേഷം ശ്രുതിയുടെ അടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അഞ്ജലി പറയാണ്. കുറേ നേരം റൂമിൽ വീണ്ടും അഞ്ജലി ഒരേന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒടുവിലാണ് അഞ്ജലി ആ കടുത്ത തീരുമാനം എടുക്കുന്നത്. തന്നെ ചതിച്ച ഷ്യാം താൻ ജീവിതത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി, പിന്നെ തനിക്കെന്തിനാ കുഞ്ഞ് എന്ന രീതിയിൽ അഞ്ജലിയുടെ ചിന്ത പോകുക കേട്ടോ. അതേസമയം പ്രീതി ആകാശിൻ്റെ കാല് പിടിച്ച് പറയേണ്ട, ആകാശേട്ട എന്നെ വഴക്കിടല്ലേ, എന്നോട് സംസാരിക്കാതിരിക്കല്ലേ ആകാശേട്ട, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആകാശ് പ്രീതിയെടുത്ത് പറയണ്ട്, നോക്ക് വേറെ ആര് തന്നോട് ക്ഷമിച്ചാലും ഞാൻ തന്നോട് ക്ഷമിക്കില്ല. കാരണം അതെന്നറിയാവോ, തന്നെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ട്, തന്നെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ മണ്ടനാക്കിയല്ലേടോ, തനിക്ക് വേണ്ടി എൻ്റെ അമ്മേനെ വരെ ഞാൻ തള്ളി പറഞ്ഞില്ലേ, എന്നിട്ട് താൻ എന്നോട് ഒരു വാക്ക് പോലും ഇത്രയും നാട്ട് താൻ ഇത് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി പറഞ്ഞിട്ട് തെറ്റാണ്, പക്ഷേ ഈ കുടുംബം നശിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ശ്രുതിയും ഇത് പറയാതിരുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി, കുടുംബം നല്ല രീതിയിൽ പോയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവുകയാണ്. ആകാശ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോരമ പ്രീതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രീതി എടുത്ത് പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങണം എന്ന് പറയാണ്. ആൻറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഈ കുടുംബത്തെ ചതിച്ച നീ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ ഇനി വേണ്ട. ശ്രുതിയുടെ കാര്യം തീരുമാനിക്കുന്നത് അശ്വിനാണ്, പിന്നെ മുത്തശ്ശിയും. അവരെന്താ വെച്ചാൽ ശ്രുതിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും. പക്ഷെ നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നിൻ്റെ അമ്മായിയമ്മയായിട്ടുള്ള ഞാനും എൻ്റെ മോനുമാണ്. എൻ്റെ മോൻ ഇനി നിന്നെ വേണ്ട, പിന്നെ എനിക്കെന്തിനാ നിന്നെ, അതുകൊണ്ട് ഗെറ്റ് ഔട്ട് എന്ന് പറയാണ്. പ്രീതി ആകെ വിഷമത്തിലാട്ടോ. അപ്പം മുത്തശ്ശി വരുന്നുണ്ട്. മനോരമേ നീ എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ദേ ഇവളൊക്കെ കാണണോ നമ്മുടെ അഞ്ജലി മോളുടെ ജീവിതം ഇങ്ങനെ ആയത്, അഞ്ജലി മോളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ പ്രീതിയും ശ്രുതിയും എന്ത് ചെയ്തു, അവർ അറിഞ്ഞൊരു കാര്യം കുറച്ച് നാൾ പറയാതിരുന്നതിന് റീസണും അവർ പറഞ്ഞല്ലോ. അമ്മ ഇതിനെ ന്യായീകരിക്കേണ്ട, എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലി മോളുടെ ജീവിതം കുളം തോണ്ടിയിട്ട് ഇവിടെ ആരും സുഖമായിട്ട് ജീവിക്കേണ്ട എന്ന് മനോരമ പറയാണ്. മനോരമേ നീ മിണ്ടാതിരിക്കുക, നീ ഇപ്പോൾ റൂമിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് മനോരമനെ പറഞ്ഞയക്കുകയാണ്. പ്രീതി നീയും റൂമിലേക്ക് പോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പ്രീതിയും റൂമിലേക്ക് പോവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ
അഞ്ജലിനെ കാണുന്നില്ല. അഞ്ജലി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ് കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് അശ്വിൻ അവിടെ എത്തുന്നത് കൊണ്ട് അഞ്ജലിയുടെ കുഞ്ഞ് രക്ഷപ്പെടുവാട്ടോ. ശേഷം അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് അശ്വിൻ വരുന്നുണ്ട്. അഞ്ജലി പറയാണ്, നിങ്ങൾ എനിക്ക് സമാധാനം തരുമോ, എപ്പോഴും എൻ്റെ പുറകിൽ എന്തിനാണ് നടക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അശ്വിൻ്റെ അടുത്ത് ഭയങ്കര ഒച്ചെടുക്കാട്ടോ അഞ്ജലി. അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ട്, ചേച്ചി ഞാൻ ചേച്ചിയുടെ അനിയനല്ലേ ചേച്ചി, ചേച്ചിക്ക് വേണ്ടിയല്ലേ ചേച്ചി ഞാൻ ഇത്ര നാളും ജീവിച്ചത്, ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നോക്ക് ഈ നിൽക്കുന്ന ശ്രുതിനെ പോലും ഞാൻ വിവാഹം കഴിച്ചത് ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ഒരു കൊള്ളെടുത്തവനാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ശ്രുതിനെ വിവാഹം കഴിച്ചത്. അയാൾ ഇവളുടെ പുറകെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അയാൾ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചത്. അത് ചേച്ചിക്ക് അറിയാവോ, ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ എപ്പോഴും ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാട്. ആ സമയത്ത് അഞ്ജലി കരയുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ അഞ്ജലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിനെ കാണുമ്പോൾ അശ്വിൻ എന്തോ ചെറിയ ദേഷ്യം പോലെ തോന്നുവാണ്. ആ സമയത്ത് അശ്വിന് ആ വായി തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാട്ടോ, നീ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ആയത്, നീ വന്നില്ലായിരുന്നെങ്കിൽ കുടുംബം മര്യാദക്ക് പോയാനെ, ആ ശ്യാം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ചേച്ചിയുടെ കൂടെ ജീവിച്ചാനെ, നീ വന്നപ്പോൾ അയാൾക്ക് നിന്നോടുള്ള ഇഷ്ടം കുറച്ചുകൂടി കൂടി, നിന്നെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു, അതാണ് ഈ കുടുംബത്തിൽ ഇത്രയും പൊട്ടിത്തെറിക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനും പൊട്ടിത്തെറിക്കുകയാണ്. ശ്രുതിക്കത് സഹിക്കാവുന്നതിലപ്പുറമാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആ വീടിൻ്റെ പടി ഇറങ്ങാണ്. അതേസമയം ശ്യാം ആണെങ്കിൽ ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടല്ലോ, സെലിൻ, അവളോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലൊക്കെ നീ എന്നെ ആ വീട്ടിൽ വീണ്ടും കയറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പിന്നെ ആ ശ്രുതിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ പറയാണ്. പക്ഷെ സെലിൻ്റെ മനസ്സിലെ ഉദ്ദേശം വേറൊന്നുമല്ല, ശ്യാമിനെയും ആ വീട്ടിൽ കയറ്റില്ല, ശ്രുതിനും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, ആ വീട്ടിലെ സ്വത്തുക്കളെല്ലാം എങ്ങനെയെങ്കിലൊക്കെ അടിച്ചെടുക്കണം, അതാണ് സെലിൻ്റെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ സെലിൻ പറയുന്നുണ്ട് ശ്യാമിനോട്, അത് ശ്യാം സാർ പേടിക്കൊന്നും വേണ്ട, ഞാൻ സമയം കിട്ടുമ്പോഴേക്ക് അഞ്ജലി മേഡത്തിന് ശ്യാം സാറിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ ശ്രുതിനെ കുറിച്ച് കുത്തിയും പറയാം, ശ്രുതിയാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയാണ്. പക്ഷേ സെലിൻ അങ്ങനെ പറയത്തൊന്നുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ആ കുടുംബത്തിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കണമെന്ന് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, കാരണം ഹിന്ദിയിൽ ഈ ഒരു ക്യാരക്ടർ ഇല്ല, അതുകൊണ്ട് എന്താണെന്ന് ഇവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സെലിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നില്ല. അതിനുശേഷമാണെങ്കിൽ ശ്രുതി ആകെ വിഷമത്തിൽ വീട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിനെ ഫോണോട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി, സോറി ശ്രുതി, നീ ഒന്ന് വാ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി അതൊന്നും കേൾക്കില്ല. ശ്രുതി ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആ അമ്മായിയുടെ ഫോണിലേക്ക് അശ്വിൻ വിളിക്കുന്നുണ്ട്. അമ്മായി, ഞാൻ അശ്വിൻ. ആ എന്താ മോനെ, അല്ല ശ്രുതി അവിടെ ഇല്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും അറിയതുപോലെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാട്ടോ അശ്വിനോട് സംസാരിക്കാതിരിക്കാനായിട്ട്. ശേഷം അമ്മായി ചോദിക്കണ്ടേ, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ചെറിയൊരു പിണക്ക ആൻറ്റി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ കാല് പിടിക്കാൻ അശ്വിൻ. ശ്രുതി ഒന്ന് വാ ശ്രുതി, പിണക്കം മാറ് ശ്രുതി എന്നൊക്കെ പാട്ട്. പക്ഷേ ശ്രുതിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ശ്രുതി സമ്മതിച്ചു കൊടുക്കുന്നതിൽ ഒറ്റ വാശിക്കാട്ടോ. അങ്ങനെയാണ് അശ്വിൻ മനസ്സിലാക്കേണ്ടത് ശ്രുതിയുടെ പിറന്നാളാണ് ഇന്നെന്നുള്ള സത്യം. അങ്ങനെ ശ്രുതിയുടെ പിറന്നാളിന് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ വലിയൊരു ബൊക്ക നിറച്ചും പൂക്കൾ, അതായത് ഒരു ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറച്ചും പൂക്കളുള്ള വലിയൊരു ബൊക്ക ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് അശ്വിൻ. പക്ഷെ അത് കിട്ടുമ്പോഴും ശ്രുതിയുടെ മനസ്സ് മാറുമെന്നില്ല കേട്ടോ. പിന്നെ ശ്രുതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശ്രുതിയുടെ മനസ്സ് വായിന്ന് അറിയാണ്ടിങ്ങനെ വീഴുന്നുണ്ട്, എനിക്ക് അശ്വിൻ സാറിൽ അത് ജീവിക്കാൻ പറ്റില്ലെന്ന്. അശ്വിൻ പറയും, കണ്ടോ നിൻ്റെ വായിന്ന് നീ അറിയാതെ തന്നെ ഇങ്ങനെ വീണില്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണത്, എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരാൻ പറയും. അങ്ങനെ ശ്രുതി അശ്വിൻ നമ്മളെ പിണക്കമൊക്കെ മാറും കേട്ടോ. പിന്നെ പതുക്കെ അഞ്ജലിയും ഒന്ന് ഹീലായിട്ട് വരും. കുഴപ്പമില്ല, പതുക്കെ അഞ്ജലിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏഷ്യനെറ്റിലെ ഈ സീരിയൽ അല്ലാതെ വേറെ ഏത് സീരിയൽ അടുത്തത് ഇഷ്ടമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.